ഹായ് ഡിയേഴ്സ്. ഞാൻ അശ്വതി. ഇവിടെ ഞങ്ങളുടെ വീടിനടുത്തുനിന്ന് ഒരു കുട്ടീനെ പിടിച്ചുകൊണ്ട് പോയിട്ട് വഴിയിൽ വെച്ച് ആരോ കണ്ടു. അങ്ങനെ അയാളെ പിടിച്ചപ്പോഴത്തേക്കും അയാളുടെ കയ്യിൽ തോക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസിൽ അറിയിച്ചിട്ട് പോലീസ് പിടിച്ചുകൊണ്ട് പോയി അയാളെ. കൊച്ചിനെ രക്ഷപ്പെടുത്തി. അപ്പോൾ അയാളെ പിടിച്ചിട്ട് പോയി പോലീസിൻ്റെ അടുത്ത് അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ അയാൾ ഒരുപാട് അടിയൊക്കെ കൊടുത്തപ്പോഴത്തേക്കും പറഞ്ഞത് 400 പേരുണ്ടെന്ന് ഇവർ പലയിടത്തായിട്ട് പോയിട്ടുണ്ടെന്നാണ് പറയണേ. ഇപ്പം ഞങ്ങളുടെ ഈ ഏരിയയിൽ നിന്ന് പൊഴിക്കര, നീരോടി, വള്ളവള എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഈ ബീച്ച് സൈഡിൽ നിന്നും പിന്നെ ഉള്ളിലോട്ടുനിന്നൊക്കെ ഒരു 4 പേരെ ഇപ്പം തന്നെ പിടിച്ചു കഴിഞ്ഞ് 2 ദിവസമായിട്ട് പിടിച്ചു കഴിഞ്ഞ്. ഇനി എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെന്നൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എല്ലാവരും കൊച്ചുമക്കളൊക്കെ ഉള്ളവരാണ്. 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ, +1 +2 ഒക്കെ ആകുമ്പോഴത്തേക്കിനും അവർക്ക് കുറച്ചുകൂടി അറിവൊക്കെ ആവുമല്ലോ. അപ്പോൾ അതുവരെയുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പ്രത്യേകം സൂക്ഷിക്കണം. ഒറ്റയ്ക്കൊന്നും എവിടെയും വിടരുത്. മാക്സിമം നമ്മൾ കെയർഫുള്ളായിട്ട് തന്നെ ഇരിക്കണം. ആരെയെങ്കിലും നമുക്ക് സംശയമായിട്ട് കാണുകയാണെങ്കിൽ ഉടനെ പോലീസിൽ അറിയിക്കുകയോ അല്ലെങ്കിൽ അടുത്തുള്ള ആരെങ്കിലും അറിയിക്കുകയോ ചെയ്യണം. കുട്ടികളുടെ അടുത്തും പുറത്ത് പോകുമ്പോഴത്തേക്കും അമ്മ വിളിക്കുന്നു, അച്ഛൻ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോരുതെന്നൊക്കെ പറഞ്ഞ് നല്ല അലേർട്ടായിട്ട് ഇരുത്തണം. അവനവൻ്റെ സ്കൂളുകളിലും ടീച്ചർമാരുടെ അടുത്തും കുറച്ചുകൂടെ ഒന്ന് അലേർട്ടായിട്ട് കുട്ടികളെ നോക്കിക്കോളാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടവകയിൽ അപരിചിതരായ കുറച്ച് പേര് വന്നിട്ടുണ്ടെന്നറിയുന്നു. കുട്ടികളെ നിങ്ങൾ ഒറ്റയ്ക്ക് വിടാതിരിക്കുക. എപ്പോഴും മാതാപിതാക്കൾ കൂടെ ഉണ്ടായിരിക്കുക. ട്യൂഷൻ പോയി എടുക്കുമ്പോഴും കൊണ്ടുവിടുമ്പോഴും സ്കൂളിൽ കൊണ്ടുവിടുമ്പോഴും എടുക്കുമ്പോഴും ഇനി കുറേ നാളത്തേക്ക് മാതാപിതാക്കൾ ഒപ്പം പോവുക. മാതാപിതാക്കൾ അല്ലെങ്കിൽ ബന്ധുക്കളിൽ ആരെങ്കിലും ഉറപ്പായിട്ടും കുട്ടികളുടെ കൂടെ ഉണ്ടാകണം. 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കൂടെ ഉറപ്പായിട്ടും മാതാപിതാക്കൾ ഉണ്ടായിരിക്കണം. കാരണം ഇന്ന് അപരിചിതരായ 1-2 പേരെ നമ്മുടെ പൊഴിക്കര ഉദയ ഗ്രൗണ്ടിനടുത്ത് കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അതുമല്ല, ഇന്നൊരു അരമണിക്കൂർ മുമ്പ് ആ ഭാഗത്തുള്ള ഒരു കുട്ടിയെ ഇതിലൊരാൾ വിരട്ടി ഒട്ടിച്ചു. അദ്ദേഹത്തിന് അതിൽ സിറിഞ്ചുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ കുട്ടി തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതിന് പ്രകാരം ദയവ് ചെയ്ത് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, അവരുടെ കൂടെ ഒപ്പം ഉണ്ടായിരിക്കുക. ഇത് നമ്മുടെ എല്ലാ വാർഡ് ഗ്രൂപ്പുകളിലും യൂണിറ്റ് ഗ്രൂപ്പുകളിലും ഈ വോയിസ് ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് അലേർട്ടായിട്ടിരിക്കുക. കഴിയുന്നതും കുട്ടികളെ ഒറ്റയ്ക്ക് വിടാതിരിക്കുക. ഒറ്റയ്ക്ക് വിടാതിരിക്കുക, ശ്രദ്ധിക്കുക. ശ്രീകുമാറേട്ട, എൻ്റെ പേര് ക്ലീറ്റസ് ആണ്. ഞാൻ ഈ മെസ്സേജ് ഇടാൻ കാരണം ഇത് ഇമ്പോർട്ടൻ്റ് മെസ്സേജാണ്. ഇത് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കും ഗ്രൂപ്പിലല്ലാതെ നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. കാര്യം ഇന്നലെ മുതൽ കുട്ടികളെ ഒത്തിരി പേര് ഈ 400 അംഗം സംഘം, 400 ആൾക്കാരടങ്ങുന്ന ഒരു സംഘം ഇറങ്ങിയിട്ടുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും കൂടെ. അങ്ങനെ ഇന്നലെ പൊഴിയൂരിൽ നിന്ന് കുറേ കുട്ടികളെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അതായത് 5 വയസ്സിൻ്റെ മുകളിലുള്ള പിള്ളേരെയാണ് കടത്തിക്കൊണ്ട് പോകുന്നത്. ആ കുട്ടികളെ ജീവനോടെ കൊന്ന് അവർ കഴുത്തറക്കുന്നതും വയറ് കീറി പുറത്തെടുക്കുന്ന എല്ലാ വീഡിയോസും അവർ ലൈവ് ഇട്ട് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അത് മാക്സിമം നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ഷെയർ ചെയ്ത് കൊടുക്കുക. അത് മാത്രമല്ല, ഗ്രൂപ്പിലല്ലാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കുട്ടികളെ സൂക്ഷിക്കാൻ പറയുക. ഇങ്ങനെ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് മലയാളികളും ഉണ്ട്. ഇതിനകത്ത് മലയാളീസ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണിത്. അപ്പോൾ മാക്സിമം നമ്മുടെ തീരദേശത്തുള്ള എല്ലാ കുട്ടികളെയും ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മിപ്പിക്കണം. അപ്പം ഞാനിത് ശ്രീകുമാറിൻ്റെ ചേട്ടന് ഇടാൻ കാരണം, നമ്മുടെ BMSൻ്റെ ഗ്രൂപ്പിൽ ഇടാൻ കാരണം, ഗ്രൂപ്പിനകത്തില്ലാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒന്ന് കറക്റ്റായിട്ട് എല്ലാവരും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പറഞ്ഞു കേട്ടോ. ഇപ്പം നമ്മുടെ കായംകുളം പോലീസ് സ്റ്റേഷനും പൊഴിയൂർ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇത് വ്യാപകമായിട്ടുണ്ട്. അപ്പം പോലീസുകാർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ 6 പേരെ പിടിച്ചിട്ടുണ്ട്. 6 ആൾക്കാരെ പിടിച്ചിട്ടുണ്ട്. ഇനി അതിൽ ഉണ്ട് 300 സംതിങ് ആൾക്കാർ ഇനി അതിനകത്തുണ്ട്. അപ്പം നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ള എല്ലാവരും ഇതൊന്ന് ശ്രദ്ധയിൽ വയ്ക്കുക. വീട്ടിനകത്തുള്ള മക്കളെ അവരുടെയൊക്കെ സാധനം മേടിക്കാനോ ഒന്നിനും വിടരുത്. 15 വയസ്സായ കുട്ടികളെ പോലും പുറത്തിറക്കരുത്. അങ്ങനെയുള്ള രീതിക്കാണ് ഇപ്പോൾ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാക്സിമം ഷെയർ ചെയ്യുക.